വേൾഡ് കപ്പിന് എണ്ണം പറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ് ഇത്തവണ ആരായിരിക്കും ചാമ്പ്യന്മാരെന്ന്. 48 ടീമുകളായതിനു ശേഷമുള്ള ആദ്യ വേൾഡ് കപ്പാണിത്. ചാരുതയാർന്ന മുന്നേറ്റങ്ങൾ നയിക്കാൻ ഏറ്റവും മനോഹരമായ മധ്യനിരയുള്ളത് ഏത് ടീമിനൊപ്പമാണ്. കളിയുടെ വേഗത നിയന്ത്രിച്ചും എതിരാളികളെ കീറിമുറിച്ചുള്ള ത്രൂ പാസുകൾ നൽകിയും എതിരാളികളുടെ പ്രതിരോധ ചങ്ങലകൾ മുറിച്ചു കീറാൻ ശേഷിയുള്ള പാസുകൾ നൽകിയും ഇത്തവണ വണ്ടറടിപ്പിക്കാൻ പോകുന്ന മധ്യനിര ഏത് ടീമിനാണ് സ്വന്തമാകുന്നത്? 2022 വേൾഡ് കപ്പിൽ സ്കലോണിയുടെ സ്റ്റാറ്റിക്സ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? മധ്യനിരയിൽ കളം പിടിക്കുക. എത്ര മനോഹരമായാണ് അർജന്റീനയും മെസ്സിയും അത് ചെയ്തത്. മനോഹരമായി തന്നെ എതിരാളികൾക്ക് ഒരവസരവും നൽകാതെ മധ്യനിര ഏറ്റുപിടിച്ച അർജന്റീന തന്നെയായിരുന്നു കഴിഞ്ഞ തവണ ചാമ്പ്യന്മാരായതും. ഇത്തവണ മധ്യനിര ഏറ്റവും മികച്ചത് ഏത് ടീമിനൊപ്പമെന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. 5 സ്ഥാനക്കാരെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. റാങ്കിങ്ങിൽ 5-ാം സ്ഥാനത്ത് ജർമ്മൻ നാഷണൽ ടീമാണ്. അവരുടെ ജോഷോ കിമ്മിച്ച്, ഗുണ്ടോഗൻ, ജമാൽ മുസിയാല, ഫ്ലോറൻ വ്രിഡ്സ്, ഗ്രോഡെസ്ഗ, പാസ്കൽ ഗ്രൂബ് എന്നിങ്ങനെ തുടങ്ങി താരസമ്പന്നമായ മധ്യനിര തന്നെ ഇന്ന് ജർമ്മനിക്കൊപ്പമുണ്ട്. പരിചയസമ്പന്നരും യുവതാരങ്ങളുമായി ഒരു തകർപ്പൻ മധ്യനിര. അവരുടെ പ്രതാപകാലത്തുള്ള മധ്യനിരയെ പോലെ തന്നെ ഇത്തവണയും ഒരു അസാധ്യ മധ്യനിര ജർമ്മനിക്കൊപ്പമുണ്ട്. വേൾഡ് കപ്പിൽ ജർമ്മനിയെ ഭയന്നേ തീരൂ. റാങ്കിങ്ങിൽ 4-ാം സ്ഥാനത്ത് പോർച്ചുഗലാണ്. വേൾഡ് കപ്പ് നേടാൻ ഫുട്ബോൾ ലോകം ഫേവറിറ്റ് ലിസ്റ്റിലെ മുൻപന്തിയിൽ തന്നെ കൽപ്പിച്ച മറ്റൊരു ടീം. ബ്രൂണോ ഫെർണാണ്ടസ്, ബെർണാഡോ സിൽവ, വിറ്റീഞ്ഞ, ജാവോ നവാസ്, മാത്യോ ന്യൂനസ്, ഒറ്റാവിയോ എന്നിങ്ങനെ തുടങ്ങി താരസമ്പന്നമായ ഒരു മധ്യനിരയാണ് ഇന്ന് പോർച്ചുഗലിനുള്ളത്. ഇവരെല്ലാം ഫോമിലേക്ക് ഉയർന്നാൽ എതിരാളികൾക്ക് ഭയത്തോടെയല്ലാതെ ഈ മധ്യനിരയെ നോക്കിക്കാണാനാകില്ല. ലിങ്കപ്പ് ചെയ്യാനും ട്രിബിളിംഗ് ചെയ്യാനും കീറിമുറിച്ചുള്ള പാസുകൾ നൽകാനും എല്ലാത്തിനും ഈ മധ്യനിരയിൽ ആളുണ്ട്. റാങ്കിൽ 3-ാം സ്ഥാനത്ത് നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയുടെ മധ്യനിരക്കാണ് സ്ഥാനം ലഭിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനം ഇതിൽ എക്സ്പീരിയൻസ് ഉള്ള താരങ്ങളും യുവ സൂപ്പർ താരങ്ങളും സ്ക്വാഡിലുണ്ട് എന്നത് തന്നെയാണ്. എൻസോ ഫെർണാണ്ടസ്, റോഡ്രിഗോ ഡിപോൾ, അലക്സ് മാക്കലിസ്റ്റർ, ലിയാൻഡ്രോ പെരഡസ്, ജിയോവാനി ലോ സെൽസോ, എക്സിക്കൽ പലാസിയോസ്, തിയാഗോ അൽമേഡ, നിക്കോ മാസ്റ്റൻഡാനോ എന്നിങ്ങനെ തുടങ്ങി താരസമ്പന്നമായ മധ്യനിരയാണ് ലോക ചാമ്പ്യന്മാർക്കൊപ്പമുള്ളത്. മധ്യനിരയിലെ തിരഞ്ഞെടുക്കൽ പ്രക്രിയ പോലും സ്കലോണിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിലൊന്നുകൂടിയായിരുന്നു. അർജന്റീനയുടെ മധ്യനിരയിലേക്ക് കടുത്ത കോമ്പറ്റീഷനാണ് നേരിട്ടത്. അതുകൊണ്ട് തന്നെ പല സൂപ്പർ താരങ്ങളും പുറത്തിരിക്കേണ്ടി വരുമെന്നതും നിരാശാജനകമായ കാര്യമാണ്. റാങ്കിങ്ങിൽ 2-ാം സ്ഥാനത്ത് ഇംഗ്ലണ്ട് നാഷണൽ ടീമാണ്. നിലവിൽ മിന്നും ഫോമിലുള്ള ഡിക്ലാൻ റൈസ്, ജൂഡ് ബെല്ലിംഗ്ഹാം, ഫിൽ ഫോഡൻ, അലക്സാണ്ടർ ആർണോൾഡ്, കാലങ്കർ, കോബിക്ക്, മോഡിസൺ എന്നിങ്ങനെ പല സൂപ്പർ താരങ്ങളും ഇന്ന് ഇംഗ്ലണ്ടിനൊപ്പമുണ്ട്. ഫോമായാൽ എതിരാളികൾ ഇത്തവണയും ഇംഗ്ലണ്ടിനെ ഭയക്കണം. അവസരത്തിനൊത്ത് ഉയരാൻ ശേഷിയുള്ള മിന്നും താരങ്ങളാണ് നിലവിൽ ഇംഗ്ലണ്ടിനുള്ളത്, മിന്നും യുവതാരങ്ങൾ. റാങ്കിൽ 1-ാം സ്ഥാനത്ത് വരുന്നത് സ്പെയിൻ നാഷണൽ ടീമാണ്. പന്തുകൊണ്ട് മാന്ത്രികത തീർക്കാൻ ശേഷിയുള്ള ഒരു തകർപ്പൻ മിഡ്ഫീൽഡ് സ്ക്വാഡ് തന്നെ സ്പെയിനിനുണ്ട്. റോഡ്രി, പെഡ്രി, ഗാവി, ഫാബിയൻ റൂയിസ്, മൈക്കൽ മെറീനോ, ഡാനി ഒൽമോ, അലക്സ് ബെക്കാന, മാർട്ടിൻ സുമേനി അങ്ങനെ പല താരങ്ങളും സ്പെയിനിനൊപ്പമുണ്ട്. വേൾഡ് കപ്പ് നേടാൻ സാധ്യതയുള്ളവരിൽ ഏറ്റവും മുൻപന്തിയിലുള്ള ടീമും സ്പെയിൻ തന്നെയാണ്. നിങ്ങൾ പറയൂ, ഏറ്റവും മികച്ച മിഡ്ഫീൽഡർ ട്രിയം ഏത് ടീമിൻ്റേതാണെന്ന്. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് നൗ.